11 എന്ന് പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. മസ്റ്റായിട്ട് അവസാനം വരെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോവാം. ഇത് ചെയ്യുന്നവരോട് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. തികച്ചൊരു ബാഡ് ന്യൂസ് ആണ്. നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ഇത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് പോപ്പുലറൈസ് ചെയ്ത ഡൊറൈൻ വിർച്ചു എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഇത് ഡെമോണിക് ആണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഇന്ന് 10 വർഷങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു നമ്പർ വെച്ച് ഇന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലെ സ്റ്റോറി നിങ്ങൾക്ക് അറിയണ്ടേ? ഇവർ എന്തുകൊണ്ടാണ് ഇത് ഓടിപ്പോയി അല്ല ഇതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ വേറൊന്നുമല്ല, ഇതറിയണമെങ്കിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം. മാത്തമാറ്റിക്സിൻ്റെ പിതാവായ പൈതഗോറസിന് ഈ നമ്പേഴ്സിനോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ആണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൈതഗോറസ് പറയുന്നത് ഇങ്ങനെയാണ്: 10 എന്ന് പറയുന്നത് ഒരു പെർഫെക്ഷൻ ആണെന്നും 12 എന്ന് പറയുന്നത് ഒരു കോസ്മിക് ഓർഡർ ആണെന്നുമാണ്. എന്നാൽ 11 എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകവും മറ്റൊരു ലോകവും അപ്പുറത്തെ ഒരു ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് നമ്മുടെ പൈതഗോറസ് ഇതിനെ വിവരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബൈബിളിലും ഈ നമ്പറിനെ കുറിച്ച് പല വട്ടം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇൻജമന്യ 11:11 ദൈവം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: രക്ഷപ്പെടാൻ കഴിയാത്ത തിന്മ ഞാൻ അവർക്ക് നൽകുമെന്നാണ് ഇതിൽ പറയുന്നത്. കബല്ല എന്ന് പറയുന്ന ജൂയിഷ് മിസ്റ്റിക്കൽ ടെക്സ്റ്റിലും 11 കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു സ്പിന്നിലല്ല എന്ന് മാത്രമാണ് ഉള്ളത്. 1986 വരാം. അതായത് നമ്മുടെ ഓതറും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഡൊറൈൻ വിർച്ചു ഈ പൈതഗോറസിൻ്റെ ഈ പറഞ്ഞ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റ് എടുത്ത് അതിൻ്റെ ഡേഞ്ചറസ് സൈഡ് ഒഴിവാക്കിയിട്ട് പുള്ളിക്കാരി ഇതിൽ ഏഞ്ചൽസ് നമ്പേഴ്സ് എന്നും പറഞ്ഞിട്ട് ഇത് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി പറഞ്ഞത് 11 പറയുന്നത് ഒരു പോർട്ടലാണെന്നും നമ്മുടെ ഗാർഡിയൻസ് ഏഞ്ചൽസ് നമുക്ക് മെസ്സേജ് അയക്കുന്നതാണെന്നും പറഞ്ഞ് ഇത് വിശ്വസിപ്പിക്കുകയും നമ്മുടെ ഇൻ്റർനെറ്റിൽ ഇത് വൈറലാവുകയും ചെയ്യും. മാത്രമല്ല, ഇത് മില്യൺസ് ആളുകളിലാണ് ഇത് വിശ്വസ്തത പുലർത്തിയത്. അതായത് വിശ്വസിച്ചത് മില്യൺസ് ആളുകളാണെന്ന് മനസ്സിലാക്കി. അടുത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഏഞ്ചൽസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ കൾച്ചർ എന്ന് പറയുന്നത് അങ്ങ് വൈറലായി എല്ലാം തകിടം മറിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതായത് 2017 പുള്ളിക്കാരി ഈ പറഞ്ഞ ഡൊറൈൻ വിർച്ചു ജീസസിനെ നേരിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. അതോടെ തന്നെ അവരാകെ മാറി. ജീസസിനെ കണ്ടതിന് ശേഷം അവർ ആകെ മാറുകയും ക്രിസ്ത്യാനിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ ബാപ്റ്റൈസ്ഡ് ആവുകയും ചെയ്തു. പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ ബുക്സിനെയും കാർഡിനെയും ഒക്കെ നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഞാൻ കാരണം ഒരുപാട് ആളുകളാണ് ഇനി നരകത്തിൽ പോകാൻ പോകുന്നത് എന്നാണ്. ആളുകൾ നരകത്തിൽ പോകുന്ന കാണുന്നത് എനിക്ക് നല്ല വിഷമമാണ് ഉണ്ടാക്കുന്നതെന്നും ഈ ഡൊറൈൻ വിർച്ചു പറയുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഞ്ചൽസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആ സ്ത്രീ തന്നെ ഇതിനെ തിരുത്തി പറയുന്ന ഒരു ഇതാണ്. അതായത് ഏഞ്ചൽസ് നമ്പർ എന്ന് പറയുന്നത് ഒരു പോസിറ്റിവിറ്റി അല്ല. ആ പുള്ളിക്കാരി കരഞ്ഞു പറഞ്ഞതിന് ശേഷം അവർ തന്നെ പറയുന്നുണ്ട് ഈ ഏഞ്ചൽസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത് ഏഞ്ചൽ സൈഡിൽ നിന്ന് വന്നതല്ല, ഇതൊരു ഡാർക്ക് സൈഡിൽ നിന്ന് വന്നതാണ് എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നും പുള്ളിക്കാരുടെ ബുക്സും കാർഡ്സും വിറ്റ് പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം നടക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കത്തിച്ച് കളഞ്ഞ് ഈ പുള്ളിക്കാരി തന്നെ ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഈ 11 പറയുന്ന ഈ നമ്പേഴ്സ് നടക്കുന്നത്. 11 എന്ന് പറഞ്ഞ ഈ നമ്പർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞ ആ പുള്ളിക്കാരി തന്നെ ഇതിനെ കത്തിച്ച് ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ 11 എന്ന് പറയുന്ന ഈ നമ്പർ എടുത്ത് വിഷ് ചെയ്യുമ്പോൾ, കണ്ണടച്ച് നിങ്ങൾ വിഷ് ചെയ്യുമ്പോൾ എന്തിനാണ് യഥാർത്ഥത്തിൽ വിളിച്ചു വരുത്തുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൊള്ളാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം തന്നെ സത്യമല്ല. നമുക്കെന്തും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാത്താനിക് സൈഡാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ആൾക്കാർക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.